റിയാസ് ദയവായി ലൈനിൽ തുടരണം. ഇപ്പോൾ ഡോക്ടർ സുൽഫി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത്. അതായത് മലപ്പുറത്ത് ഈ നിപ വൈറസ് സ്ഥിരീകരിച്ച ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ. വളരെ നിർഭാഗ്യകരമാണ് ഈ സംഭവം. നമുക്കറിയാം, ഈ നിപ വൈറസിന്റെ ഒരു ബുദ്ധിമുട്ട് 40 മുതൽ ഏതാണ്ട് 75% വരെ ഒരു മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഫെറ്റാലിറ്റി റേറ്റ്, ഡെത്ത് റേറ്റ് ഉള്ള ഒരു രോഗമാണ് എന്നുള്ളതാണ് ഈ നിപ വൈറസിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. വളരെ വേഗത്തിൽ പടരുന്നില്ല എന്നുള്ളൊരു സത്യം നിലനിൽക്കുമ്പോൾ പോലും ബാധിച്ച ആൾക്കാരിൽ ആദ്യത്തെ സ്റ്റേജുകൾക്ക് തന്നെ ട്രീറ്റ്മെന്റും മറ്റ് സപ്പോർട്ടീവ് കെയറും ലഭിക്കാനുള്ള സാധ്യത കുറയുകയാണ് എങ്കിൽ ഒരു പക്ഷേ എൻസെഫലൈറ്റിസും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോയിട്ട് മരണം സംഭവിക്കാനുള്ള സാധ്യത മിക്ക രോഗികളിലും കൂടുതലാണ്. നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കോൺടാക്ട് ട്രേസിംഗിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന കോൺടാക്ട് ലഭിച്ചിട്ടുള്ള ആൾക്കാരെ കൃത്യമായി നിരീക്ഷിക്കുകയും അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അവർക്കുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുകയാണ്. വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. എങ്കിൽ പോലും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കേന്ദ്രങ്ങളിൽ വളരെ ചില സമ്പർക്ക പട്ടികയിൽ അല്ലെങ്കിൽ ഇതുമായി കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരിൽ മാത്രം പകരുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഒരിക്കൽ ബാധിച്ചാൽ തീർച്ചയായും അതൊരു ഒരു ഫെറ്റാലിറ്റി റേറ്റ്, ഡെത്ത് റേറ്റ് വളരെ കൂടി നിൽക്കുന്ന അസുഖമാണ് എന്നുള്ളത് ഇതിന്റെ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ സ്വീകരിക്കേണ്ട രീതിയും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ നിരീക്ഷണത്തിൽ ഈ കുട്ടിയുടെ വീട്ടുകാർ അടക്കമുണ്ട്. 3 പേർ നിരീക്ഷണത്തിലുണ്ട്. അതുപോലെ തന്നെ 264 പേരുടെ സമ്പർക്ക പട്ടിക പുറത്തിറക്കുന്നുണ്ട്. അതിൽ നിരവധി പേർ ഹൈ റിസ്ക് മേഖലയിൽ പെടുന്നവരുണ്ട്. എങ്ങനെയാണ് ഈ ആന്റിബോഡി എത്തിക്കുന്ന പക്ഷം ഇവർക്കൊക്കെ അത് നൽകേണ്ട ഒരു ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? ഇതിനകത്തുള്ളൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കറിയാം, ഇത് മാൻ ടു മാൻ ട്രാൻസ്മിഷൻ, അതായത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റുള്ള ആളിലേക്ക് പകരുന്നത് അസുഖത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്കും വ്യാപിച്ചിരിക്കുവാനുള്ള സാധ്യത നമുക്ക് അത്ര കണ്ട് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പലപ്പോഴും ഈ വിഷയത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ രോഗിയുടെ കോൺടാക്റ്റുകളിൽ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അവരുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള വശം. എങ്കിൽ പോലും അവർക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് എല്ലാം, ഈ മറ്റ് പുതിയ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് എല്ലാം തന്നെയും പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. എത്രമാത്രം നമുക്ക് എഫക്റ്റീവ് ആക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് 2 ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പോലും നമുക്കത് കൂടുതൽ എഫക്റ്റീവായിട്ട്, അത് ചില ആൾക്കാരിലെങ്കിലും വളരെ നല്ല റിസൾട്ട്സ് ലഭിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ചികിത്സാ മാർഗങ്ങളും നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ശരി, എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ശ്രീ സുൽഫി. വീണ്ടും